മാറ്റം ഉസ്താദിൻ്റെ പ്രസംഗത്തിൽ നിന്നും ഈ വിശദീകരണത്തിൽ നിന്നൊക്കെ ഉണ്ട്. അത് ഉസ്താദ് അങ്ങനെയാണ് ജീവിക്കണത് എന്നുകൊണ്ടാണ്. ഇതൊക്കെ ഇപ്പോൾ കഴിഞ്ഞില്ലേ, ഇതൊക്കെ കഴിഞ്ഞ് നമുക്കൊക്കെ ഇന്ന് തിരക്കുണ്ട്. ഉസ്താദിന് സുഖമില്ല, നീ നേരെ പോയിട്ട് അഷ്റക്ക ചെല്ലുന്നു. നീ നേരെ പോയിട്ട് അഷ്റക്ക തുടങ്ങും, യാ നബി ചെല്ലും ഓരോന്നിൻ്റെയും ഇടയിൽ. എന്നിട്ടത് ഫുള്ള് തീർക്കും. എന്നിട്ട് ബാക്കി വെയ്ത്തുകളൊക്കെ ചെല്ലും ഇനി ചെന്നിട്ട്. അപ്പം ഇതൊക്കെ സ്ഥാപിക്കാൻ ആളുകൾ കൂടുതലുണ്ട്, ഇത് സംസാരിക്കാനൊക്കെ റെഡിയാണ് നമ്മൾ. പക്ഷെ ജീവിതത്തിൽ എത്ര മജ്‌ലിസ്, എത്ര വട്ടമാണ് ഒരു മൗലിദ് ഒന്ന് കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞാൽ ഇത്ര നീണ്ട ദുആകളാണ്. സുബ്ഹാനല്ലാഹ്. ഞാൻ പറഞ്ഞു വന്നത്, ഈ സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ ആരെങ്കിലുമൊക്കെ പെട്ടിട്ടുണ്ടെങ്കിൽ ഈമാൻ നഷ്ടപ്പെടുത്തരുത്. അറിയാതെ ആരെങ്കിലും ഇസ്ലാമിൻ്റെ സുന്നി പേരിലുള്ള മുഅ്മിനീങ്ങളായിട്ട് ജീവിച്ചു മരിക്കണമെന്ന് പൂതിയുള്ള ആൾക്കാരോട് മാത്രമാണ് പറയുന്നത്. വല്ലാത്തൊരു പറ്റി നമുക്ക് ചർച്ച ചെയ്യല്ലോ. ഇനിയിപ്പോൾ ഒരു പരിശോധന നിങ്ങൾക്ക് നടത്തുകയും ചെയ്യാം. നമ്മളൊക്കെ ഒരു വ്യക്തമായ തെളിവാണിത്. മുബർഹനായ ഒരു സംസാരമാണ് ഈ പറയുന്നത്. നിങ്ങൾക്ക് ഉസ്താദിൻ്റെ യൂട്യൂബിലുള്ള എല്ലാ പ്രസംഗം കൊടുക്കുക, ചിലത് മാത്രം കേൾക്കുക, അത് പറ്റില്ല, എല്ലാം എടുക്കണം. എന്നിട്ട് ഉസ്താദ് വിശദീകരിക്കുന്ന കറാമത്തുകൾ, ഉസ്താദ് പറഞ്ഞിരിക്കുന്നതെല്ലാം കേൾക്കണം. ആൾക്കാർ ക്ലിപ്പിട്ടിട്ട് അത് കേട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ തീരുമാനിക്കുക, ഏതായാലും ഞാൻ കുറച്ച് കേട്ടല്ലോ, ഇനി മുഴുവനും കേൾക്കാൻ തീരുമാനിച്ചു. നിങ്ങൾ തീരുമാനിച്ചാൽ പിന്നെ നിങ്ങൾ മുഴുവനും കേൾക്കും ചെയ്യും, നിങ്ങൾ മുഴുവനാവും ചെയ്യും. ഒരു സംശയം അതിൽ വേണ്ട. അതുകൊണ്ട് ഇതിന് ഒരൊറ്റ മറുപടി ഇങ്ങനെ പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആരെങ്കിലും ഉസ്താദിൻ്റെ ഒരു ഭാഗം കേട്ടിട്ടുണ്ടെങ്കിൽ എല്ലാം ഒന്ന് കേൾക്കണം. നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട, അത് മാത്രം ചെയ്താൽ മതി. ഒരു സംശയവുമില്ല. അതിൻ്റെ ഫുള്ളൊന്ന് വായിക്കാൻ, ഫുള്ളൊന്ന് കേൾക്കാൻ. യൂട്യൂബിലുള്ള എത്ര പ്രസംഗങ്ങളുണ്ടെന്നറിയോ? ഒഴിഞ്ഞിരിക്കുക, ഒന്നെടുത്ത് മര്യാദക്ക് റൂമിൽ ഇരുന്നിട്ട് വേറെ ഫിക്കറൊക്കെ ഒഴിവാക്കിയിട്ടാണ് കേൾക്കുക. പിന്നെ പിറ്റേ ദിവസം വേറെ നിർത്തി അതും കേൾക്കുക. അങ്ങനെ നിങ്ങൾ കേട്ടുനോക്കി. ഇതൊരു വലിയ അനുഭവങ്ങളാണ്. ഒരുപാട് ആളുകളുടെ അനുഭവമാണ് ഞാൻ പറയുന്നത്. നിർബന്ധമായും മാറിയിരിക്കും. അത് നിങ്ങൾക്ക് ഇന്ന് കിട്ടുന്ന വലിയ ഒരു ചികിത്സയാണ്, നിങ്ങളുടെ ഹൃദയത്തിന് ലഭിക്കുന്ന വലിയൊരു സമാധാനമാണ്, എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ്. ഇന്ന് സോഷ്യൽ മീഡിയയിൽ കിടന്ന് നിരങ്ങണ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നും ഇങ്ങോട്ട് ഒഴിഞ്ഞിരുന്നിട്ട് ഇതൊന്ന് കൂട്ടി വെച്ചിട്ടാണ് കേട്ടാൽ മതി. അത്രയും എന്താ പറയുക, തെളിവ് എന്ന് പറഞ്ഞാൽ എത്ര പക്ക പവറോട് കൂടിയാണ് ഉസ്താദ് പറയുന്നതെന്നറിയോ? അതാണ് നമ്മുടെ വിഷയം. അതായത് ഇതെല്ലാം ഈ പറയുന്നതൊക്കെ സ്ഥാപിച്ച വിഷയങ്ങൾ മാത്രമേ പറയൂ. ഒരിക്കലും ദേഹച്ചയ്ക്ക് വേണ്ടി ഒന്നും പറയില്ല. ഒരാളെ സുഖിപ്പിക്കാൻ വേണ്ടി ഒന്നും പറയില്ല, പറഞ്ഞിട്ടില്ല. ഒരാളെ സുഖിപ്പിക്കേണ്ട ആവശ്യം ഉസ്താദിനില്ല. ഇപ്പൊ നിങ്ങൾക്കൊക്കെ തോന്നും ചിലപ്പോൾ നമ്മൾ അങ്ങോട്ടും ഒരു അങ്ങോട്ടുമില്ല. പോകാൻ പറഞ്ഞാൽ പോയിക്കോളൂ, വേറെ വർത്താനൊന്നുമില്ല. ഒന്നും പറഞ്ഞാൽ എഫക്റ്റീവില്ല. ഞങ്ങൾ ശിഷ്യന്മാർ, കുറേ ശിഷ്യന്മാർ ഉസ്താദിനുണ്ട്. ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ചിലപ്പോ എന്തെങ്കിലും ഒരു വിഷയം ഞങ്ങൾക്ക് ചില മൈൻഡുകൾ ഉണ്ടെങ്കിൽ അതൊന്ന് സ്ഥാപിക്കാൻ വിചാരിച്ച് ഞങ്ങൾ പോയി ഇരുന്നാൽ ഇറങ്ങി പോകാന്നല്ലാതെ ഒരു രക്ഷയില്ല. അതായത് ഒന്നിനെയും വില വെച്ചിട്ടില്ല. അൽഹംദുലില്ലാഹ്. നമ്മൾ പിടിച്ചത്, നമ്മൾ ഇറങ്ങിയത്, നമ്മൾ ഫോളോ ചെയ്തത് മിയാഫിൽ മിയാ ഞങ്ങൾക്ക് ഒരു സമയത്ത് പോലും മങ്ങിയതായി തോന്നിയിട്ടില്ല. അത്ര കർക്കശമായ നിലപാട് അതാരുടെ മുമ്പിലും അങ്ങനെയാണ്. സമ്പത്തോ കഴിവോ സ്ഥാനമോ ഭൗതിക രംഗത്തുള്ള ഒന്നും അവിടുത്തെ മുമ്പിൽ കാട്ടി ഒരു ചുക്കും ഒരു കോലത്തിലും പേടിപ്പിക്കാൻ കഴിയില്ല. വിഷയം പറഞ്ഞുകൊണ്ടിരിക്കും. മനസ്സിലാക്കിയിട്ട് പറയാണ്, ഉൾക്കൊണ്ടിട്ട് പറയാണ്. കുടുംബങ്ങളെല്ലാം, ശിഷ്യഗണങ്ങൾ അഖിലവും അത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകമേ, ഈ മീഡിയകളിലൂടെയൊക്കെ കറങ്ങുന്ന ആരെങ്കിലും അറിയാതെ ഏതോ അന്തംകമ്മികൾ, വിഡ്ഢികൾ പ്രചരിപ്പിക്കുന്ന ക്ലിപ്പിന്റെ കഷ്ണം മാത്രം കേട്ട് പെട്ടുപോയവരുണ്ടെങ്കിൽ അവരറിയാനാണ് ഞാനിത് പറയുന്നത്. നിങ്ങളൊന്ന് തിരിച്ച് അവിടുത്തെ പഠിക്കാൻ തയ്യാറാവണം, വായിക്കാൻ തയ്യാറാവണം. എങ്കിൽ തീർച്ചയായും അത് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം അവിടുത്തെ ജീവിതത്തിലുണ്ട്, അവിടുത്തെ ഉപദേശങ്ങളിലുണ്ട്. ഇന്ന് ഇവിടെ വന്ന പലവരും വീട്ടിലെ ഒരുപാട് പ്രശ്നങ്ങൾ, കുടുംബത്തിലെ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ അത് ഉസ്താദിന് മുമ്പിലൊന്ന് പറയണമെന്ന് മനസ്സിലാക്കി വന്ന പലവരുണ്ട്. ഒരുപാട് ആളുകൾക്ക് അനുഭവമുള്ളത് കൊണ്ടാണ്. അപ്പൊ എല്ലാറ്റിനും വേണ്ടി ഇൻഷാ അല്ലാഹ് അവസാന സമയത്ത് ഉസ്താദിന്റെ ഒരു ഉസ്താദ് ദുആ ചെയ്യും. നമുക്ക് ദുആ ചെയ്തിട്ട് പിരിയ. ഞാൻ ഒരുപാട് വേദനകൾ സ്വാഭാവികമായും ഞങ്ങൾക്കൊക്കെ ഉണ്ടാവും. എന്തെങ്കിലുമൊക്കെ ക്ലിപ്പ് അവിടെ പറഞ്ഞു ഇവിടെ പറഞ്ഞു എന്ന് കേൾക്കുമ്പോൾ വേദനിക്കും, സ്വാഭാവികമാണ്.
ഉസ്താദ് ഇതൊന്നും അറിയില്ല, ഉസ്താദിനൊന്നും വിഷയമല്ല മറ്റൊരു കാര്യം. പക്ഷേ ഈ വഹാബികൾ അവർ ഏറ്റവും കൂടുതൽ പേടിക്കുന്നതിനെ ഏറ്റവും കൂടുതൽ പരിഹസിക്കും. നിങ്ങൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് ഞാൻ പറയുന്നത്. വഹാബികൾ വല്ലാതെ ഉസ്താദിന്റെ നേരെ തിരിയുണ്ടല്ലോ, അപ്പോൾ വല്ലാതെ ഓൽക്ക് ഇടങ്ങറാകുണ്ടെങ്കിൽ ഇത്ര പേടിയുള്ളൊരു വഴിയാണ് ഉസ്താദിന്റെ വഴി, ഇത്ര പേടിക്കേണ്ട റൂട്ടാണ് ഉസ്താദിന്റെ റൂട്ട്. ഈ ശബ്ദം നിങ്ങൾ ഈ പറയുന്ന കാര്യം അത്ര ഗൗരവത്തിലാണ് ഞാൻ പറയുന്നത്. ഉസ്താദിന്റെ റൂട്ടിൽ ഇറങ്ങിയാൽ വഹാബിസത്തിന് അടുക്കാൻ പറ്റൂല. ഒരു കാരണവശാലും ആ ഹൃദയത്തിൽ അവർക്ക് കയറിപ്പറ്റാൻ സാധിക്കില്ല. അതിൽ നിന്ന് 100% അകന്നു നിന്നുകൊണ്ടുള്ള ആ അനുഭവത്തിന്റെ ലോകത്തിലൂടെയുള്ള ഉസ്താദിന്റെ സഞ്ചാരം പഴയകാലത്തെ ഉലമാഇന്റെ സൂഫിയത്തിന്റെ ഈ ഉമ്മത്തിനെ ഈ കോലത്തിൽ വാർത്തെടുത്ത നമ്മുടെ പരമ്പരാഗതമായ വഴിയുടെ ആ ഉലമാഇന്റെ കറക്റ്റ് ശൈലിയിലും ട്യൂണിലും റൂട്ടിലുമാണ് ഉസ്താദ് സഞ്ചരിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞ അപ്പുറത്തുള്ള കക്ഷികൾ അതിനെ എങ്ങനെയെങ്കിലും സമൂഹത്തിൽ നിന്നൊന്ന് ഒതുക്കാമെന്ന ശ്രമമാണ് അവരിൽ നിന്ന് അച്ചാരം വാങ്ങിക്കൊണ്ട് പല പേരിലും ഡോക്ടറൊക്കെ ആയി മാറി അവിടെയും ഇവിടെയും നിരന്നുകൊണ്ട് പ്രചരിപ്പിക്കുന്നവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ അതിനാ പറഞ്ഞത്, നിങ്ങൾ ചെയ്യേണ്ടത്, അവർ പേടിക്കുന്നത് നിങ്ങൾ ഉസ്താദിന്റെ വിഷയങ്ങളെല്ലാം കേൾക്കുമോ എന്നതിനെയാണെങ്കിൽ അതിനു മറുപടി കേൾക്കൽ കൊണ്ട് പറയണമെന്ന് മാത്രമാണ്. അവിടുത്തെ കേൾക്കാൻ, അതിന് അള്ളാഹു അവിടുന്ന് പറയാൻ അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും ഉസ്താദ് അവർക്ക് നൽകട്ടെ, അള്ളാഹു നൽകട്ടെ. നമ്മളൊക്കെ പണ്ട് മൗലിദ് സദസ്സിൽ ഇരിക്കുന്ന പോലെയല്ല ഉസ്താദിന്റെ ദർസിൽ ചെന്ന ശേഷം ഇരിക്കുന്നത്. പണ്ട് ബൈത്തി ചെല്ലുന്ന പോലെയല്ല പിന്നെ ഞങ്ങൾ ചെല്ലുന്നത്. പണ്ട് മജ്ലിസ് നടത്തുന്ന പോലെയല്ല പിന്നെ നടത്തുന്നത്. അടിമുടി ഞങ്ങളുടെ മനസ്സിൽ മാറ്റം വന്നത് നേരത്തെ പറഞ്ഞതുപോലെ ആ പറയുന്നത് ഉൾക്കൊള്ളുക എന്ന, പറയുന്ന വിഷയത്തിൽ ഉറച്ചു നിൽക്കുക എന്ന ഇത്ര നിലപാടുള്ള ഒരു വ്യക്തമായ വഴി സുബ്ഹാനല്ലാഹ് ഞങ്ങൾ അനുഭവിച്ചതാണ്. അത് ഈ ഏതെങ്കിലും അറിയാതെ അവിടെയും ഇവിടെയും വരുന്ന ഈ ഡോക്ടർമാരൊക്കെ പറയുന്നുണ്ടെങ്കിൽ അവരോടുകൂടി ഞാൻ പറയുന്നു, ഒഴിഞ്ഞിരിക്കൂ, ഈ ഒച്ചമ്പിളിയൊക്കെ നിർത്തിവെക്കൂ. ആഖിറത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ, മരിക്കുമെന്ന് ബോധമുണ്ടെങ്കിൽ, നാളെ രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ മുഴുവനുമായി ഉസ്താദിനെ കേൾക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ തിരുത്തിയിരിക്കും. അല്ലാഹുവേ, നല്ല ബുദ്ധി അത്തരക്കാർക്ക് നൽകണേ അല്ലാഹ്. ഉസ്താദ് അവരുടെ ഈ സംസാരങ്ങളും ക്ലാസ്സുകളുമൊക്കെ എല്ലാവർക്കും ഒരുപോലെ കേൾക്കാൻ ഒരു പക്ഷേ കഴിയണമെന്നില്ല. ഉസ്താദിന്റെ സംസാരങ്ങളും അവതരണങ്ങളുമൊക്കെ നമ്മുടെ മുമ്പിൽ പറഞ്ഞതൊക്കെ ഇപ്പോൾ നമുക്കൊക്കെ കേൾക്കാൻ പറ്റിയ കാര്യങ്ങൾ മാത്രം പറയുള്ളൂ. ഇന്ന ആളിൽ നിന്ന് ഇങ്ങനെ അനുഭവം ഉണ്ടായി, ഉമറുൽ ഖാദി തങ്ങളുടെ അനുഭവം അതിവിടെ പറഞ്ഞു. അങ്ങനെ അനുഭവങ്ങൾ നിങ്ങളോട് എന്താ പറയേണ്ടത്? നമ്മൾ നാടന്മാരെല്ലാവരും കൂടി കൂടുമ്പോൾ എന്താ ഇവിടെ വേറെ എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഇവിടെ ശരവുല്ലക്കായുധ ഓതി ഹയാലിയൊക്കെ എടുത്തിട്ട് നല്ല മട്ടത്തിന് അത് അമീറൊക്കെ മടക്കി അതിങ്ങോട്ട് ഉഷാറാക്കി ഇവിടുന്ന് എന്ത് കാര്യമുണ്ട്? അല്ലെങ്കിൽ യൂറോപ്പിൽ എന്തൊക്കെ നടന്നുകൊണ്ടിരിക്കണ്, അമേരിക്കയിൽ എന്താ നിങ്ങൾ വിചാരിച്ചിരിക്കണം? അമേരിക്കയിൽ ഇപ്പം എന്താ നടക്കണ്? എന്തെങ്കിലും നടന്നുകൊണ്ട് ചങ്ങായിമാരെ നമ്മൾ, അതായത് നമുക്ക് നാളെ മരിക്കണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഏത് മൈൻഡുള്ള ആളായി ജീവിക്കണം, ഏത് മനസ്സാണ് നമുക്ക് വേണ്ടത്, എങ്ങനെയാണ് എങ്ങോട്ടാണ് നമ്മൾ തിരിയേണ്ടത്? അപ്പൊ നമ്മളൊക്കെ മനസ്സിൽ മറ്റുള്ളത് അടിപൊളിയാക്കണതിന് ആർക്കും പ്രശ്നമില്ല. ഈ നമ്മുടെ കൽവിൽ ഇത് അടിപൊളിയാക്കണമെന്ന് തോന്നിപ്പിച്ചത്, ഇത് സംഭവമാക്കണമെന്ന് തോന്നിപ്പിച്ചത്, ഇത് നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ ശിഷ്യന്മാരുടെ ഹൃദയത്തിലും നമ്മുടെ കുടുംബാംഗങ്ങളുടെ ഹൃദയത്തിലും നമ്മുടെ കൂടെയുള്ളവരുടെ ഒക്കെ ഹൃദയത്തിലും മുത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രൂപത്തിൽ ഇതാണ് വലുത്, ഇതിനപ്പുറമുള്ളതെല്ലാം ചെറുതാണെന്ന് തോന്നിപ്പിച്ചത് ആ ജീവിതമാണ്, ആ ചിട്ടയുള്ള, ആ നിലപാടുള്ള, ആ ശൈലിയും റൂട്ടുമാണ്. അള്ളാഹു ദീർഘായുസ് കൊടുക്കണേ അല്ലാ, ആഫിയത്ത് കൊടുക്കണേ അല്ലാ, ആഫിയത്ത് കൊടുക്കണേ അല്ലാ, ദീർഘായുസ് നൽകണേ അല്ലാ. ആ തണല് ഞങ്ങൾക്ക്, ഞങ്ങളുടെ നാടിന്, ഞങ്ങളുടെ സമുദായത്തിന് നീ ഏറ്റിത്തരണേ അല്ലാ. ഞങ്ങളെ കൂട്ടുകാർക്ക് ഏറ്റിത്തരണേ അല്ലാ, ഞങ്ങളെ കുടുംബങ്ങൾക്ക് ഏറ്റിത്തരണേ അല്ലാ. നീ ആഫിയത്ത് നൽകണേ അല്ലാ. ഈ മജ്ലിസിന്റെ മദ്ഹിന്റെ ബറക്കത്ത് കൊണ്ട് ആഫിയത്ത് നൽകണേ അല്ലാ. ആമീൻ. ഇൻഷാ അല്ലാഹ് ഉസ്താദ് ദുആ ചെയ്യും.